ഹായ് പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നത് നമ്മുടെ ജിയോ ടാഗ്, അതായത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ജിയോ ടാഗ് ചെയ്ത അതേ സ്ഥലത്ത് നിന്നായിരിക്കണമെന്നല്ലോ. അപ്പോൾ ജിയോ ടാഗിൻ്റെ ബുദ്ധിമുട്ട്, ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ ജിയോ ടാഗ് ചെയ്യാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പല ആൾക്കാരും ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ഇനി മുതൽ ഓരോ പറമ്പിലും എന്ത് ചെയ്യണം, ജിയോ ടാഗ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു സമയത്ത് ചെയ്യുന്ന ഒരുപാട് പറമ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസമൊക്കെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ജിയോ ടാഗ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മുടെ അതുപോലെ സൈറ്റ് കിട്ടാത്ത പ്രശ്നം അതിൽ വരുന്ന സമയത്തൊക്കെ ജിയോ ടാഗ് കിട്ടിയില്ല, ജിയോ ടാഗ് ചെയ്യാനുള്ള പൊസിഷൻ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ചുറ്റുവട്ടത്തു നിന്ന് പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഉച്ചക്ക് സമയത്ത് രാവിലെ തുടങ്ങുമ്പോഴെടുത്തു, ഉച്ചക്കും അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ആഫ്റ്റർനൂൺ 2 പ്രാവശ്യം അതേ സ്ഥലത്ത് തന്നെ ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. ഇനി മുതൽ വരാൻ പോകുന്നത് ഏകദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റുവട്ടത്തുള്ള സെൻട്രലായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ജിയോ ടാഗ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ബോർഡ് വെക്കുന്നുണ്ടല്ലോ, ഈ ബോർഡ് വെക്കുന്ന സ്ഥലം ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം തൊട്ട്. അപ്പോൾ ജിയോ ടാഗ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ബോർഡ് കണ്ടാൽ, ബോർഡ് വെക്കുന്നത് ചിലപ്പോൾ നമ്മൾ പണിക്കാരായിരിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ചില ഏരിയയിൽ ഹരിത സേനക്കാരായിരിക്കും, ചിലത് മറ്റു വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ സ്ഥലം മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മുടെ ഫലകം ബോർഡ് വെക്കാൻ പറയണം. നമ്മുടെ കോൺക്രീറ്റ് ബോർഡ് വെക്കുമല്ലോ, അപ്പോൾ അത് ആ സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടി പറയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ജിയോ ടാഗ് ചെയ്ത സ്ഥലം മനസ്സിലാക്കാനും അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലമൊക്കെ അങ്ങ് മറന്നു എവിടെയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, ആ പൊസിഷൻ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇത്ര മീറ്ററിനുള്ളിൽ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ജിയോ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. അപ്പോൾ ജിയോ ടാഗ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളും എന്ത് വെച്ചാൽ രാവിലെ തൊട്ടേ ഇങ്ങനെ കറങ്ങി അവസാനം ഒരു പൊസിഷനിലൊക്കെ കിട്ടിയിട്ട് അവിടെ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ ഈ ഒരു മേറ്റിൻ്റെ കീഴിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3-4 വാർഡിന് കൂടിയിട്ട് ഒരു ഓഫീസർമാരായിരിക്കും ഇത് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഇവർ ഒരു സ്ഥലത്ത് ഒരു മേറ്റിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരടുത്ത് എത്തണമെങ്കിൽ കുറേ സമയം, ദിവസങ്ങളോളം എന്ത് ചെയ്യേണ്ടി വരും, ഈ കുറേ വാർഡിൻ്റെ ചാർജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ തന്നെ ജിയോ ടാഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇതൊക്കെ സംഘടിപ്പിച്ച് വെക്കുക. എന്തായാലും ഈ വർഷം 100 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നത് പരമാവധി ശ്രമിക്കണം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ മാസം നാളെ കഴിയുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഈ KYC ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ് അടുത്ത മാസം മുതൽ വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുത്തനൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക പരമാവധി. നിങ്ങൾ എന്ത് വെച്ചാൽ ലൈക്ക് അടിക്കുമ്പോൾ താഴെ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ചെയ്യുക. യൂട്യൂബിലാണ് കേൾക്കുന്നതെങ്കിൽ, യൂട്യൂബിലല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.